ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു മേക്കപ്പ് ടിപ്പ് ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത്. കുറേ നാൾ മുന്നേ എന്തിനാണെന്ന് പോലും അറിയാതെ ഞാനൊരു കോൺടോർ സ്റ്റിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചിട്ടേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ കോൺടോറും അതുപോലെ തന്നെ ബ്ലഷും കൺസീലറും കൂടെ വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്കൗട്ട് ആവുക. ഇതുപോലെയാണ് ഞാൻ ഇൻസ്റ്റയിലെല്ലാം കണ്ടത്, അതേ മെത്തേഡിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് കോൺടോർ സ്റ്റിക്ക് അപ്ലൈ ചെയ്യും, ഒരു 3 ഡോട്ട്. അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ബ്ലഷും അതിൻ്റെ മേലെ നമ്മുടെ ഏത് ഷെയ്ഡാണോ നമ്മുടെ കൺസീലർ ഉള്ളത് അതും അപ്ലൈ ചെയ്യും. എന്നിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ടൈം കൺസ്യൂമിംഗ് ആണ്, കാരണം ഇതെല്ലാം ബ്ലെൻഡായി നമ്മുടെ സ്കിന്നായിട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ട് വരണം, എന്നാലേ ആ ഒരു ഭംഗി കാണത്തുള്ളൂ. ഇതൊക്കെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഞെട്ടി. കാരണം ഇത്ര അടിപൊളിയായിട്ട് ഇതുവരെ എനിക്ക് ബ്ലഷ് ഇട്ടിട്ട് പോലും ആ ഒരു ഫിനിഷ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഷ് മാത്രം ഇടുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു ലുക്കാണ്. ബട്ട് ഇത് മൂന്നും കൂടെ ഇട്ട് അത് ബ്ലെൻഡ് ആയിട്ട് വരുമ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്.